ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചെമ്പനീർ പൂവില് നമ്മുടെ വർഷയുടെ അമ്മ വന്നിട്ട് രേവതി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നീ കാരണമാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ വഴക്ക് കേൾക്കുന്നത്. നിന്റെ അമ്മായിമ്മ വിളിച്ച് എന്നെ എന്തൊക്കെയാ പറഞ്ഞത് തന്നെയല്ല, നീ എൻ്റെ മകളുടെ കയ്യിൽ കുറേ സ്വർണവും പണവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തട്ടിയെടുക്കാനാണ് നീ അവളുടെ കൂടെ സ്നേഹം നടിച്ച് നിൽക്കുന്നത്. നിന്റെ ഭർത്താവിന് കുടിക്കാൻ വേണ്ടി നീ കാശുണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് വളരെ മോശമായ രീതിയിലാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതി തിരിച്ച് മറുപടി പറയുന്നുണ്ട്, ഇതേ മര്യാദയ്ക്ക് സംസാരിച്ചോളണം. ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നു, നിങ്ങൾ പറഞ്ഞ കേട്ട് മിണ്ടാതിരുന്നത് വർഷയുടെ അമ്മയാണെന്നൊരു പരിഗണന വെച്ച് മാത്രമാണ്. ഇനി മേലാൽ ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളും നല്ല വർത്താനം പറയുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് വർഷയുടെ അമ്മ പോവുകയാണ്. ആ സമയത്ത് അവിടേക്ക് രേവതി അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി വരുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, രേവതി എന്താ ഇവളുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന, അതായത് രേവതിയുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി പറയുന്നുണ്ട്, എന്തിനാ രേവതി സച്ചിയിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്, എനിക്ക് സത്യം പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ ചേച്ചി കാര്യം എന്ന് സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതെ, നിങ്ങളുടെ അനിയൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവരുടെ അമ്മ വന്നിട്ട് രേവതി ഒരുപാട് വഴക്ക് പറഞ്ഞു. രേവതിയാണ് അവളെ കേടാക്കുന്നതെന്നും അതുപോലെ അവളുടെ പണവും സ്വർണ്ണമൊക്കെ തട്ടിയെടുക്കാൻ നോക്കുന്നത്. വളരെ മോശമായ രീതിയിലാണ് രേവതിയോട് സംസാരിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ സച്ചിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയാണ്, അത് ശരി, അവരങ്ങനെയൊക്കെ പറഞ്ഞു, അവരങ്ങനെ വിട്ടാൽ പറ്റില്ല. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണ്ട, അത് പ്രശ്നമാക്കേണ്ട സച്ചിയേട്ടാ എന്ന് പറയാണ്. പ്രശ്നമാക്കേണ്ടെന്നോ, നിന്നെ എന്തിനാ അവർക്ക് വഴക്ക് പറയാനുള്ള എന്താ അവകാശം അവർക്കുള്ള എന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെയും കൂട്ടി സച്ചി അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വീട്ടിലേക്ക് വരുന്ന രേവതിയും അതുപോലെ തന്നെ സച്ചിയുമാണ്. അങ്ങനെ സച്ചി അവർ വളരെ ദേഷ്യപ്പെട്ടാണ് വരുന്നത്. ആ സമയത്ത് ചന്ദ്രയാണെങ്കിൽ വീടിൻ്റെ അകത്ത് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളോട് പറഞ്ഞത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, രേവതിയും വർഷയും തമ്മിലുള്ള സ്നേഹം അത് മാറിക്കിട്ടും, അവർ തമ്മിൽ ശത്രുക്കളാവും എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയം തന്നെയാണ് അവിടേക്ക് ശ്രീകാന്തും എത്തുന്നത്. അപ്പൊ ശ്രീകാന്ത് വന്നതിന്റെ പുറകെയായിട്ടാണ് രേവതിയും സച്ചിയും വരുന്നത്. അപ്പോൾ നിന്റെ ഭാര്യ ഇല്ലടാ ഇവിടെ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ വിളിക്കട അവളെ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോണം. അപ്പൊ എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എല്ലാവരും വർഷയുടെ മുറിയിൽ കയറി വാതിലടക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഭയങ്കര ബഹളം. നിന്റെ അമ്മ എന്തിനാടി എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞത്, നിന്റെ അമ്മയ്ക്ക് എന്ത് അവകാശമാടി എൻ്റെ ഭാര്യയെ പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ച് സച്ചി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, അതെ, എന്തിനാ നിന്റെ അമ്മ, നിന്നെ ഞാൻ കേടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിന്റെ അമ്മ എന്നെ വഴക്ക് പറയുന്നത് എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതിന് എൻ്റെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അമ്മയല്ല നിങ്ങളുടെ അമ്മയാണ് എൻ്റെ അമ്മയോട് ചെന്ന് എന്തൊക്കെയോ ചെന്ന് പറഞ്ഞു, നിങ്ങൾ അമ്മയോട് ചെന്ന് ചോദിക്കുകയെന്ന് വർഷയും പറയുന്നുണ്ട്. ശ്രീകാന്തും പറയുകയാണ്, എൻ്റെ ഭാര്യയെ വർത്താനം പറയണ്ട, ശ്രീകാന്തെ നീ നിർത്തിക്കോ, നിനക്കല്ലെങ്കിൽ എൻ്റെ നടി കിട്ടും എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിനക്കല്ലെങ്കിലും ആരെയും പേടിയില്ല, നിനക്ക് ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിൽ നിനക്ക് തല്ലല്ലേ അറിയുള്ളൂ എന്ന് ശ്രീകാന്തും സച്ചിയോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കോട് വഴക്ക് തന്നെയാണ് ആ റൂമിൽ നടക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പുറത്തു നിന്ന് ഭയങ്കര സന്തോഷിച്ച്, ഭാഗ്യം, എന്തായാലും ഞാൻ എൻ്റെ പണി ഏറ്റിട്ടുണ്ട്, എന്തായാലും ഇനി ഒരിക്കലും വർഷയും രേവതിയും ഒന്നിക്കില്ല, അവരിനി എന്തായാലും ശത്രു ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഉറപ്പിക്കുകയാണ് അവിടെ നിന്നിട്ട്. അപ്പോഴാണ് ഈ വഴക്ക് കേട്ടിട്ട് രവീന്ദ്രൻ അവിടേക്ക് വരുന്നത്. അപ്പൊ രവീന്ദ്രൻ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നാണ്. അങ്ങനെ രവീന്ദ്രൻ അവിടെ നിൽക്കുന്ന സമയം തന്നെ അവരെല്ലാവരും ഡോറ് തുറന്ന് പുറത്തേക്ക് വരികയാണ്. അതെ, അപ്പൊ രേവതി പറയുന്നുണ്ട്, ഇനി നീ എൻ്റെ പുറകെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് നീ വരണ്ട എന്ന് പറയുകയാണ് വർഷയോട്. വർഷ പറയുന്നുണ്ട്, അയ്യോ, എനിക്കിങ്ങനെ ഒരു ചേച്ചിയും വേണ്ട, എന്നെ അനിയത്തിയെ കാണാൻ വേണ്ട, ഞാനിനി നമ്മൾ യാതൊരു ബന്ധവും ഇല്ലേ, ഞാൻ ഇനി ഒരു കാര്യത്തിന് വരില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ പരമാവധി നമ്മുടെ ചന്ദ്ര വർഷയ്ക്ക് ഇങ്ങനെ ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്, അതെ, അവളുമായിട്ട് ചങ്ങാത്തൊന്നും വേണ്ട, അവളല്ലെങ്കിൽ അങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ സച്ചിയെയും വിളിച്ചിട്ട് രവീന്ദ്രൻ മാറി നിന്ന് സംസാരിക്കുകയാണ്. എന്താടാ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, വാച്ച ഒരു കാര്യം പറയാമെന്നും പറഞ്ഞിട്ട് സച്ചി രവീന്ദ്രനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, അച്ഛ, അതൊക്കെ വെറും അഭിനയമാണ്, അച്ഛൻ അത് കണ്ട് പേടിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. അഭിനയമോ എന്ന് ചോദിക്കാൻ, അതെ, ഇവിടുത്തെ അമ്മ ചെന്നിട്ട്
ആ വർഷയുടെ അമ്മയെ കണ്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു, രേവതിനെ കുറ്റൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, രേവതിയും വർഷയും തമ്മിൽ പിണങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു നാടകം കളിക്കുന്നതാണ്. അപ്പം അമ്മയ്ക്ക് അതൊരു സന്തോഷമായിക്കോട്ടെ. എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തിരുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ പരസ്പരം അഭിനയിച്ചതാണ്, അല്ലാതെ അച്ഛൻ പേടിക്കുന്ന പോലെ ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ രവീന്ദ്രന് സമാധാനമാകുന്നുണ്ട്. എന്തായാലും ചന്ദ്രയ്ക്കും ആശ്വാസമാകുകയാണ്, അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞല്ലോ എന്നൊരു ആശ്വാസത്തിൽ. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി നേരെ അമ്മയ്ക്ക് വയ്യ എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നല്ലോ. അങ്ങനെ അവൾ വേഗം ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ അമ്മയാണെങ്കിൽ ഓക്സിജനൊക്കെ കൊടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്, തീരെ വയ്യാതെ. അപ്പോൾ ആദ്യം അരികിലുണ്ട്, അയൽവക്കത്തുള്ള 2 ചേച്ചിമാരും ഉണ്ട് അരികിലായിട്ട്. അപ്പോൾ ശ്രുതി വരികയാണ്, എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ ആ സമയം പറയുന്നുണ്ട്, അമ്മ പുറത്ത് പണിയൊക്കെ ഇങ്ങനെ നോക്കി പണിയൊക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു, പെട്ടെന്ന് തളർന്ന് വീഴുകയായിരുന്നു, ഞങ്ങൾ ഓടിച്ചെന്നപ്പോൾ അമ്മയ്ക്ക് ബോധമുണ്ടായില്ല, ഒരു വിധനെയാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഡോക്ടർ അവിടേക്ക് വരികയാണ്. നിങ്ങൾ മകളാണോ എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുക. അതെ, ഈ വയസ്സായ അമ്മയെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് നിങ്ങൾ എവിടെയെ പോയി ജോലി ചെയ്യുന്നത്? എങ്കിലേ ഈ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരാൾ നിർത്തി കൊടുക്കണം, ഈ അമ്മയ്ക്ക് തീരെ വയ്യ, എന്തായാലും മൈനർ അറ്റാക്കാണ് എന്തായാലും വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, പിന്നെ ഒറ്റയ്ക്കൊന്നും ഇനി ഇങ്ങനെ വിടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഡോക്ടർ. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും, ശ്രുതിക്ക് വിഷമാവാണ്. ഡോക്ടർ പറയുന്നുണ്ട്, ഈ അമ്മയ്ക്ക് എന്തൊക്കെയോ ടെൻഷനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താ അമ്മയ്ക്ക് എന്താ ടെൻഷൻ എന്ന് ചോദിക്കാം. മോളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ, ആ വീട്ടിൽ മോൾക്ക് ഇനി എത്ര നാൾ നിൽക്കാൻ പറ്റും അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആദ്യം തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, അമ്മ ഇനി എവിടേക്കും പോകല്ലേ അമ്മ, ഞങ്ങളെ വിട്ടു പോകല്ലേ, അമ്മൂമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ എനിക്ക് പേടിയായി അമ്മ ഞങ്ങളെ വിട്ട് എവിടേക്ക് പോകണ്ട അമ്മ എന്നൊക്കെ പറഞ്ഞ് ആദ്യം അങ്ങനെ ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്